ഡിറ്റക്റ്റീവ് കേരള ചാനലല്ലേ ഇത്? അതല്ലോ. ഇവിടുത്തെ ഈ പ്രശ്നം ഈ ആ ബി ഡി സതീശനെയും ആ രമേശ് ചെന്നിത്തലയും മറ്റൊരു പേരിനെ ഈ നാറിനൊക്കെ ഇറക്കി വിടാനിട്ട് ഇവനൊന്നും ജയിക്കുന്നവർക്കാണോ? എന്ത് പ്രശ്നമാണെങ്കിലും നിന്നാലും ഇവൻ ജയിക്കുകയില്ല, അതിന് യാതൊരു സംശയവും ഇല്ല. ഇവൻ ഈ ബി ഡി സതീശനെ പോലെ തെണ്ടി എവിടെയാ ഉള്ളത്? അവൻ കൂടെ നിന്നവൻ കോൺഗ്രസിന്റെ സഹകരണ സംഘത്തിന്റെ ഓഫീസിൽ നിന്ന് തന്നെ പുറത്താക്കുന്നവരെ ഞാൻ കയറും. റിപ്പോർട്ടറിന് വിഷമമുണ്ട്, സഹിച്ചു. MLA വാഹനം ഒഴിവാക്കിയിട്ട് സ്വകാര്യ വാഹനത്തിൽ സഞ്ചരിച്ചു. എന്റെ പൊന്നു സഹോദരൻ, ഞാനിവിടെ MLA വാഹനത്തിലാണ് വന്നത്. അവർ ഭക്ഷണം കഴിക്കാൻ പോയതാ. എന്നൊരു കാര്യം ചെയ്യും, എന്റെ സ്റ്റാഫുകൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്ന ജോലി കൈരളി ഏറ്റെടുക്കുക. അങ്ങനെയാണെങ്കിൽ അവരെപ്പോഴും എന്റെ കൂടെ തന്നെ നിൽക്കും. ഉമ്മൻചാണ്ടിനെ വരെ അവൻ തിരിച്ചവനാ, അവനാ ആദി. അതുകൊണ്ട് ഈ രമേശ് ചെന്നിത്തല അവനും ആരാ? ഇവനെയൊക്കെ ഇവനൊക്കെ തന്നെ ഒരു സമരത്തിനോ വല്ലതിനോ ഇറങ്ങി കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ ഈ മാങ്കൂട്ടത്തിനെ പൊലിച്ച് ആളാക്കാൻ ചവിട്ടിത്താത്തിട്ട് ഇവൻ ജയിക്കുന്ന കാര്യം. അവനെ കൂട്ടി നിർത്തിയാൽ ഇവർ നിന്നാൻ ജയിക്കില്ല, ഇവന് വോട്ട് ചെയ്യില്ല. അത് നോക്കിക്കോ, ഒരു മനുഷ്യനെയും രമേശ് ചെന്നിത്തലയും പീഡിക്കും വോട്ട് ചെയ്യില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, അപ്പൊ ഈ പ്രചരണത്തിന്റെ ഭാഗമായി രാഹുൽ ഉണ്ടാകുമോ? തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന്റെ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാൻ എനിക്ക് ചെയ്യാൻ പറ്റുന്ന മുഴുവൻ കാര്യങ്ങളും, ഇവിടെ BJPയെ CPMനെ തോൽപ്പിക്കാൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മുഴുവൻ കാര്യങ്ങളും ഞാൻ ചെയ്യും. കാരണം ഞാനൊരു തെരഞ്ഞെടുപ്പിൽ ജീവിതത്തിൽ ആദ്യമായി മത്സരിച്ചപ്പോൾ അതിന് അരയും തലയും മുറുക്കി ജോലി ചെയ്ത സാധാരണക്കാരായ പാർട്ടിയുടെ പ്രവർത്തകർ, മുന്നണിയുടെ പ്രവർത്തകർ മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ഞാൻ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് ആ സ്ഥാനാർത്ഥി പറഞ്ഞാൽ ആ സ്ഥാനാർത്ഥിയുടെ വാർഡിൽ പോയി ഒരു വീട് പോലും ഒഴിയാതെ എല്ലാ വീടും കയറും. സ്വാഭാവികമായിട്ട് പാർട്ടി ചുമതല ഉണ്ടാവില്ല. പക്ഷേ എങ്കിലും പാർട്ടി ചുമതല ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് വേണ്ടി, അത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് വേണ്ടിയും CPM BJP മുന്നണിയെ തോൽപ്പിക്കാൻ വേണ്ടിയും എൻ്റെ ഒരു വാക്ക്, എൻ്റെ ഒരു നോട്ടം, എൻ്റെ ഒരു ചലനം കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യും. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാൻ ചെയ്യാൻ പറ്റില്ല. യോഗമാണെന്ന് പറഞ്ഞില്ല, ബാക്കിയുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടി പറഞ്ഞു. അത് ന്യൂസ് മലയാളത്തിന് എന്തെങ്കിലും തിരികെ കയറ്റാനുണ്ടെങ്കിൽ അത് വേറെ ചെയ്ത്, അത് വേറെ ആളുകളോട് മതി, എന്നോട് വേണ്ട. അവൻ്റെ മേടിച്ച് തിന്നണവരുണ്ടെങ്കിൽ കട്ടിച്ച് വല്ലതും വോട്ട് കിട്ടുകയില്ലായി അവനൊക്കെ. അല്ലാതെ ആരവൻ വോട്ട് ചെയ്യുമെന്ന് പറയണേ? ഇത്തരം തെണ്ടിത്തരം ആടത്തരം കാണിച്ച് നടക്കുന്നവനെ എന്ത് പെണ്ണുങ്ങൾ, ഇതിനെക്കാളും കൂടുതൽ പെണ്ണുങ്ങളെ കുറേ പോയി നേരത്തെ ഇവനെ പറ്റിയൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ ഓരോ പെണ്ണുങ്ങൾ. എന്ത് ഇവനെയൊന്നും ആളെ പിടിക്കാത്ത? ഈ മുകേഷും ഈ ഇതിനൊക്കെ എന്ത് ബഹളം ഉണ്ടാക്കുക, അവനൊക്കെ എപ്പോഴും അവരുടെ മന്ത്രിയായിട്ട് ഇരിക്കുമല്ലേ. ഇവനെ ഒന്നും കഷ്ടപ്പെട്ട് ഇത്രയൊന്നും അവൾ കഷ്ടപ്പെട്ട് വന്നവനെയൊക്കെ ഇടിച്ച് ഇവനെയൊന്നും ഇടിച്ച് താത്തിയാലൊന്നും ഇവനൊന്നും ജയിക്കാൻ പോണില്ല. അത് അടുത്ത പ്രാവശ്യം ഇവനൊക്കെ ഇങ്ങനെ കുളം കലയ്ക്ക് പരുത്തിന് കൊടുത്തത് പോലെ ഇരിക്കും. ഇത് നല്ല വരാൻ പോണ സംഗതി അതാ. ഈ സ്ത്രീകളെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ വേശികളായ സ്ത്രീകൾ മാത്രമേ ഇവനെ സപ്പോർട്ട് ചെയ്യുള്ളൂ. എന്നാലും ഇവർ വോട്ട് ചെയ്യുമെന്ന് തോന്നുന്നില്ല. ബാക്കിയുള്ള ഒരു സ്ത്രീകളും ഇവന് വോട്ട് ചെയ്യുകയില്ല. ഇന്ന് കണ്ടിട്ടുണ്ട് ICTIയിൽ എന്തര പെണ്ണുങ്ങൾ ഇവനെതിരായിട്ട് സംസാരിക്കുകയും ഈ വീടിക്കും രമേശിനൊക്കെ എതിരായിട്ട് അവരെയൊന്ന് വോട്ട് ചെയ്യരുതെന്ന് പറഞ്ഞേ. ഇവർ വന്ന് നിന്നില്ലേലും അങ്ങനെയൊക്കെ ഇവർ ഇത്രയും ബോധമില്ലാത്ത നാടുകളാണല്ലോ ഞാനിവർ. ചെറ്റകൾ പരഗതിയും പരഗതിയില്ലാതെ കിടന്നവനൊക്കെ ഉമ്മൻചാണ്ടിനെ വരെ ഇവൻ പകച്ചാണ്. എൻ്റെയൊക്കെ ശാപം ഇത്, ഉമ്മൻചാണ്ടിയുടെ ശാപം ഇവനൊക്കെ കെട്ടിരിക്കുന്നത്. അതാ ഇവനൊക്കെ ചൂട് കടന്ന് തിളയ്ക്കണതും. അല്ലെങ്കിൽ ഇതൊന്നുമില്ല, കൂട്ടത്തിൽ കൊട്ടി ഇവരെ ഇവിടെ നിർത്തി അവനെയും ഒരു സീറ്റ് കൊടുത്ത് ഇവർക്കൊന്ന് അവരെ പുഷ്പം പോലെ ജയിച്ചാനെ. ഇതിപ്പോൾ അവനെ ഒതുക്കി വെച്ച് ഇവർ ജയിക്കാൻ പോകുന്നില്ല. അല്ല നോക്കിക്കോ, ദൈവം എന്നൊരാൾ മുകളിലുണ്ടല്ലോ. അപ്പച്ച എന്താ അപ്പച്ച ഇത്ര ശക്തമായിട്ട് തന്നെ അപ്പച്ചൻ ഇങ്ങനെ പ്രതിഷേധിക്കാനുള്ള കാരണം? പ്രതിഷേധിക്കുന്നത് നമ്മൾ ഇവരുടെയൊക്കെ അധ്വാനവും കഷ്ടപ്പാടും ഒക്കെ നേരിട്ട് കണ്ടില്ലല്ലോ. ഇവര് തല്ലുകൊണ്ടതും ജയിലിൽ കിടന്നതും ഇതൊക്കെ നമ്മൾ വീഡിയോ കൂടെ കണ്ടിട്ടുണ്ട്. ഇവരൊക്കെ എന്നാ ഇറങ്ങിയിരിക്കുന്നത്? ഒരു സമരത്തിന് പോലും ഇവർ ഇറങ്ങിയിട്ടുണ്ടോ? ഒരു വെയിൽ കൊള്ളുന്ന പരിപാടിക്ക് ഇവർ പോയിട്ടുണ്ടോ? ഒരു നല്ലൊരു പ്രസംഗങ്ങൾ ഇപ്പം പറഞ്ഞിട്ടുണ്ടോ? ഈ വീഡിയോയിലൊക്കെ സതീശൻ ഒരു നല്ലൊരു പ്രസംഗം എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞ് അവൻ്റെ ആട്ടുമൂടൻ മോന്ത വിളിച്ച് കാണിക്കണ പോലെ അവൻ്റെ മോന്ത ഇരിക്കുന്നത്. അവനെന്ത് കാണിച്ചു നടക്കണം? ഈ 10 വർഷം
എൻ്റെ പെപ്പളത്തെ പോലും ഇവിടെ കൊണ്ടുവരാതെ പിന്നെ എവിടെയായിരുന്നു? പിന്നെ ഈ പരിപാടിയൊന്നും ഇല്ല. ഇവനാരാ? അപ്പച്ചന് രാഹുൽ മാങ്കൂട്ടത്തെ ഇഷ്ടമായിരുന്നോ? രാഹുൽ മാങ്കൂട്ടത്തെ ഇഷ്ടമായിരുന്നോ? രാഹുൽ മാങ്കൂട്ടത്തിന് അവനെ പോലെ ഒരു വ്യക്തിത്വം. അവനും ഷാഫി ഇപ്പൊ വന്നതിൽ ഇവർ മൂന്ന് ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മനൊക്കെ പതുക്കെ മാറി നിന്നതെന്താ? ഇവനെയൊക്കെ പേടിച്ചിട്ടല്ലേ ഈ നാലയുടെ കൂടെ നിൽക്കാൻ കൂടിയല്ല. ഇവനൊന്നും സപ്പോർട്ട് ചെയ്യാൻ പറ്റിയേക്കത്തോണ്ട് അവരൊക്കെ മാറി നിന്നത്. അതിനൊരു വാക്ക് പോലും പറയാത്തതും. അയാളൊക്കെ കുടുംബത്തിൽ പറഞ്ഞവൻ അന്തസ്സുള്ള തന്തയ്ക്ക് എടിച്ചവനാ അവനൊക്കെ. ഇവൻ ഈ നാറിയെപ്പോലെയൊന്നും അല്ല. ഈ രമേശനായിരുന്നു. അവൻ എന്നാ പണിയായിരുന്നു അവന്? ഓരോരുത്തർ കുട്ടിക്കൊണ്ട് നടക്കുമല്ലോ ഞാൻ. അവനെയൊക്കെ നമുക്ക് ശരിക്കും അടുത്തറിഞ്ഞില്ല. നമ്മുടെ ചേട്ടൻ്റെ വീട്ടിൽ ഇവൻ വന്ന ഒന്നുമില്ലാത്ത സമയത്ത് നിന്ന് 40,000 രൂപ ഒരു മാസം അവൻ ഡൽഹിയിലേക്ക് രാജീവ് ഗാന്ധിയുടെ അങ്ങോട്ട് വിളിക്കുമ്പോൾ കോൺഗ്രസ് 40,000 രൂപ ചേട്ടൻ ബില്ലടിച്ചോണ്ടിരുന്നത്. അത് നമുക്ക് പക്ഷമായിട്ട് പറയാൻ അവനൊക്കെ ഒന്ന് തൊഴിച്ച അവനൊക്കെ പോയി ഡൈ ചെയ്ത് നാണമുണ്ടോ? ഇപ്പോഴത്തെ ഡൈ ചെയ്തിട്ട് നിനക്കിന് ഇവിടെ കവളെല്ലാം ചാടി കിടക്കണവൻ്റെ കണ്ണും കണ്ണൊക്കെ. ഇപ്പം അവനെ ആൾക്കാർക്ക് ആർക്കും പോലും വേണ്ട. അത് കാരണം ഇങ്ങനെ പെക്കൊക്കെ വെച്ചോണ്ടിരിക്കുന്നത്. അവനെയൊക്കെ പോയിട്ട് എടുത്ത് ഈ കളവന്മാരെ ഇപ്പോൾ ഇന്ന് രാവിലെ ജയിച്ചുവിലെ ഒരു സ്ത്രീ പറഞ്ഞിട്ടുണ്ട്, അവനെയൊക്കെ പണ്ടേക്ക് നടുക്കടലിൽ എറിയേണ്ടതായിരുന്നു. ഈ രണ്ടാമത്തെ പരാതിയിലെ ഫെനി നൈന എന്ന് പറഞ്ഞ രണ്ടാമത്തെ പരാതിയിൽ ഫെനി നൈനാൻ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ പരാമർശമുണ്ട്. അപ്പം ഈ ഫെനി നൈനാൻ നിലവിൽ UDF-ന്റെ സ്ഥാനാർത്ഥിയാണ്. അപ്പം നടപടി ഫെനി നൈനാനെതിരെയും വേണ്ടേ? രണ്ടാമത്തെ പരാതിയിൽ അദ്ദേഹത്തിന്റെ പേരും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൊണ്ടുപോയതും എനിക്കറിയില്ല ആരാ ഫെന്നിയോന്നോ ഒന്നും എനിക്കറിയില്ല. അതൊക്കെ നമ്മളിപ്പോ അറിയാൻ പറ്റുമോ? 10-25,000 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. ഇതാര് സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിൽ അടക്കം പങ്കെടുത്തിരുന്നു. സജീവമായിരുന്നു. എല്ലാ തരത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിലും എല്ലാം ഉണ്ടായിരുന്നു. ക്യാമ്പയിനറെ പോലെയായിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചത്. DCC പ്രസിഡന്റ് പാവങ്ങളെന്തായാലും DCC പറഞ്ഞോ ഇവനെ എന്നെ കണ്ടോണ്ട് ഈ തെളിയണമെന്ന് ഓരോ സ്ത്രീകൾ ഇവരെ പറ്റി പറയണ കേട്ടാൽ മതിയില്ല. ഇവരെയൊക്കെ അടുത്ത് ചെന്ന ഈ VD സതീശൻ അവൻ്റെ ഒരു പെണ്ണിൻ്റെ അടുത്ത് സ്ഥിരം ചെല്ലാറുണ്ടെന്ന് അവളെ അതൊന്നും ഇതല്ലേ? ഇവർക്കൊക്കെ എന്തു ആവാലോ അപ്പച്ചാ? ഇവർക്കൊക്കെ എന്തു ആവാലേ? ആ സമയത്ത് LDF-കാർ കണ്ടില്ലേ മുകേഷിനെയും നമ്മുടെ ഇവനെ ഗണേശിനെയൊക്കെ കൂട്ടിച്ചേർത്തില്ല. അവനെത്ര കല്യാണം കഴിച്ചു? മുകേഷ് എത്ര കല്യാണം കഴിച്ചു? അല്ലാതെ ഒരു ഇത് ഉണ്ടായിരുന്നല്ലോ, ഒരു നീ വരുന്നില്ലേടി ഞാൻ കുടം മേടിച്ചു തരാം അവിടെ, നീ എനിക്ക് ഇന്നും കൂടെ ഇവിടെ ഉള്ളൂ, ഒരു നാളെ ഷൂട്ടിങ് ഇന്ന് എങ്ങനെയെങ്കിലും വാന്നും പറഞ്ഞുകൊണ്ട് ഇവൻ വിളിക്കണത് അതൊന്നും ഇതല്ലേ? അതൊക്കെ അവരുടെ ആൾക്കാരാന്നേ. അവരുടെ നേതൃത്വം ഈ നാളിലോട്ട് ഇവനെവിടെയൊക്കെ മുഖ്യമന്ത്രി ആകുന്ന പത്തോണ്ടായിരിക്കണത്. രാഹുൽ മാങ്കൂട്ടത്തെ പോലുള്ള കഴിവുള്ള വ്യക്തിയെ ഈ സമൂഹത്തിൽ നിലനിർത്തി കഴിഞ്ഞാൽ ഇവരുടെ കസേര നഷ്ടമാകുമെന്ന് ഇവർക്ക് പൂർണ്ണമായിട്ട് ബോധ്യമുള്ള കാരണമാണ് രാഹുലിനെ ഇതുപോലെ ചവിട്ടി പുറത്താക്കിയത്. അതുപോലെ തന്നെ രാഹുലിന് വേണ്ടി സംസാരിച്ച രാഹുൽ ഈശ്വരനെയും പുറത്താക്കിയത് കാരണം അത് തന്നെയാണ്. തീർച്ചയായിട്ടും ഇവനും മുഖ്യമന്ത്രി ആക്കില്ലേ ഇവന് നല്ലൊരു മന്ത്രിസ്ഥാനം കിട്ടിയേനെ. ഈ മുഖ്യമന്ത്രിയുടെ അവൻ്റെ വിവാഹ മുഞ്ചി നടന്നാൽ മതി. അവനിപ്പോൾ കോടികൾ ഇത് എവിടെ കൊണ്ടിട്ടിരിക്കുന്നു? ആർക്കുണ്ടിരിക്കാൻ? ഇതൊക്കെ ഇതിനൊന്നും ചോദിക്കാനും പറയാൻ ആരുമില്ലേ? ഇവൻ്റെയൊക്കെ പറയേണ്ടതൊന്നും നാടും മുടിച്ച് വീടും മുടിച്ച് നാടും മുടിച്ച് കിടക്കുമല്ലേ അല്ലേ? അതിനല്ലേ ഇവർ വരും. ഇവൻ്റെ വീട് വരെ മുടിച്ച് കിടക്കുമല്ലേ? അവൻ്റെ ഭാര്യയും പ്രഭവത്തിനെയും പ്രഭവത്തിൻ്റെയും മകളെ ഒരു മകളെ ഉള്ളൂ. ഇവൻ താമസിക്കുന്നിടത്ത് 1 ദിവസം കൊണ്ട് താമസിച്ചിട്ടുണ്ടോ? ആൾക്കാരെന്തെല്ലാം പറയണേ? എന്നാ കേക്കച്ചൻ അത് ഇവളുടെ ആരാ? അവളിതൊരു വിളയാടെ ഇതൊന്നും ആൾക്കാരല്ല. ഇതൊക്കെ മുത്തരിച്ചോറുണ്ണവരാ, അരിച്ചോറുണ്ണവരാ ഇവിടെയുള്ള ആൾക്കാർ. ഇവന് മാത്രമല്ല, ഇനിയൊക്കെ ഒന്നറിയേ
അതൊക്കെ എറിഞ്ഞോളും, ദൈവം കൊടുത്തോളും. അപ്പച്ചന് നല്ല ദേഷ്യം തോന്നല്ലോ. ആ, എങ്ങനെ ദേഷ്യപ്പെടാതിരിക്കുന്നത്? ഈ തേവടിച്ചിനെയൊക്കെ തോന്നണം. ഇവന് ഈ അടവത്തി ഇവന് അരിപ്പയുള്ള അണ്ടർവെയറാന്നല്ലേ അവള് പറഞ്ഞത്. അവൻ ചുവന്നൊരു അരിപ്പയില്ലാത്തൊരു അണ്ടർവെയർ പോലും അവനില്ല. അണ്ടർവെയർ പോലും ഇടയിൽ കൊടുക്കുമ്പോൾ അവള് പറഞ്ഞതാ. ഒരു തിങ്കളാഴ്ച രാവിലത്തെ നോക്കി തിരിഞ്ഞ് അവനിപ്പം ആരുടെ കാര്യം അപ്പച്ചൻ പറഞ്ഞ ഈ അരിപ്പയുള്ള അണ്ടർവെയറിന്റെ കാര്യം ആരുടെ കാര്യം സൂചിപ്പിച്ചേ? ഈ അരിപ്പയുള്ള അണ്ടർവെയർ ആരാ ഇടുന്നേ? ഇവന് വീടി ആദ്യം സ്ഥിരം വെപ്പാട്ടി ഉണ്ടായിരുന്നില്ല, അവള് പറഞ്ഞതാ. അതെയോ? അങ്ങനെ സംഭവം ഉണ്ടല്ലേ? അവന് അന്നേക്കും പോയ തിരിച്ചു പോകാനുള്ള പൈസ അവള് കൊടുത്തു കൊടുക്കുന്നു. അവന് അരിപ്പ പോലെ ഒരു അണ്ടർവെയർ അവനുള്ളതെന്ന്, നല്ലൊരു തുണിയെടുത്ത് അണ്ടർവെയറോടും ഇല്ലെന്ന് അവള് പറഞ്ഞത്. അവിടെ ഈ ഒരു ദിവസം രാവിലത്തെ ഇതില് ജയില് പറഞ്ഞതാ. അങ്ങനെ എത്ര പെണ്ണുങ്ങൾ പറഞ്ഞു അവനെ പറ്റി, ഈ വീഡിയോനെ പറ്റി പറഞ്ഞിട്ട് ഞങ്ങൾ ഇതിനകത്ത് കേട്ടത്. അപ്പച്ച പുതിയ രാഷ്ട്രീയ ഭാവിയെ കുറിച്ച് അപ്പച്ചൻ എന്താ ഉദ്ദേശിക്കുന്നത്? കേരള കോൺഗ്രസ് പതിവ് പോലെ ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രണ്ടായി തിരിച്ചപ്പോൾ തന്നെ ഈ നാട് മുടിച്ചു. വീട്ടിച്ചാക്കയുടെ കയറുമ്പോൾ വീട്ടിച്ചാക്ക ജീവിച്ചിരിക്കുന്നത് കേരള കോൺഗ്രസ് ഉണ്ടാക്കാൻ സമ്മതിക്കുമോ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വന്നത് രണ്ട് KMG തന്നെ മോചനക്കാരനല്ലേ ഇത് വിധിച്ചത്. കേരള കോൺഗ്രസും ഇന്ത്യൻ നാഷണൽ യൂത്ത് കോൺഗ്രസും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇത് വീട്ടിച്ചാക്ക ജീവിച്ചിരിക്കുകയാണെങ്കിൽ അത് സംഭവിക്കുമായിരുന്നോ? പുള്ളി സമ്മതിക്കുമോ? ആ പ്രാക്ക ഇവനൊക്കെ കിട്ടുന്നവരെ ഇപ്പം എത്ര എണ്ണമായി അവൻ, എത്ര കോൺഗ്രസ്സുകാരായി, ഏതെല്ലാം വരും. ഓരോരുത്തരുടെ പേരിൽ കോൺഗ്രസ് ഇല്ലേ, ബാലകൃഷ്ണ കോൺഗ്രസ്, BJP കോൺഗ്രസ്, മാണി ജോസഫ്, ഇവനൊക്കെ എവിടെ പോയി ചെയ്തിട്ടിപ്പോൾ? അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അങ്ങനെ ജീവിച്ച് അങ്ങനെ സമ്മതിക്കില്ല. വീട്ടിൽ വോട്ട് ചോദിച്ചോണ്ട് ഇലക്ഷൻ ആൾക്കാർ വന്നോ? ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വീട്ടിലെ വോട്ട് ചോദിച്ചോണ്ട് വന്നോ ആൾക്കാർ, പാർട്ടിക്കാർ വല്ലതും വന്നോ? രണ്ടുപേരെ ആട്ടി വിട്ടു. ഇവിടെ നിങ്ങൾ ഒരു ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവർ വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ വോട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാനേ അതെയോ? ഓടിപ്പോയവരാ? ഓടിപ്പോണെങ്കിൽ ചാണാൻ കലക്കി ഒഴിക്കണമായിരുന്നു. അത് അല്ലെങ്കിൽ പണ്ടൊരു ഉമ്മാച്ചി പറഞ്ഞ പോലെ നിങ്ങളെങ്ങോട്ട് വന്ന് എന്നെ ഉമ്മ മുള്ളുവാണ്, അല്ലെ ഞാൻ ചൂരമുള്ള എൻ്റെ മോതക്കടിക്കാടാം. ഉമ്മയോട് ചോദിച്ചു, ഉമ്മ പറഞ്ഞ പോലെ ഉമ്മയിരുന്ന് എന്നെ മുള്ളുവാണ് വന്നു. അതിൻ്റെ ചൂരമുള്ള ഇതിൻ്റെ മോതക്കടിക്കാൻ ഞാൻ മുള്ളിക്കൊണ്ടിരിക്കുമെന്നു എന്ന് പറഞ്ഞാൽ ഈ അറിയൊക്കെ വോട്ട് ഈ ഇലക്ഷൻ വന്ന് ഇവന് ആരുടെ അമ്മയുടെ നെഞ്ചത്താ വോട്ട് ചെയ്യാൻ പോകുന്നുണ്ടോ? ഇവൻ ജയിച്ചിട്ട് എന്നാ ചെയ്യാനാ? വോട്ട് ചെയ്യാൻ പോകുന്നുണ്ടോ? ഞാനിത്തവണ വോട്ട് ചെയ്യാൻ പോകുന്നില്ല. ഇവന്റെ ഒരു പരിപാടിക്ക് തീരുമാനമാകാതെ ഞങ്ങൾ വോട്ട് ചെയ്യില്ല. ആരുടെ കാര്യത്തിന് തീരുമാനമാകാതെ? മാങ്കൂട്ടത്തിന്റെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിന് തീരുമാനമാകാതെ അപ്പച്ചൻ വോട്ട് ചെയ്യല. ഇല്ല, ഇപ്പൊ ഇത്തവണത്തെ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനും പോലും വോട്ട് ചെയ്യില്ല. ഇപ്പൊ ഇവനും 15 ദിവസത്തേക്ക് റിമാൻഡ് വെച്ചിരിക്കല്ലേ പിടിച്ചാല്. അപ്പച്ചൻ ആർക്കാ ഈ കാലം അത്രയും വോട്ട് കൊടുത്തോണ്ടിരുന്നത്? അങ്ങനെ ചോദിക്കുന്നത് കുഴപ്പമുണ്ടോ? ഞങ്ങൾ കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതെല്ലേ? ആരോടും അങ്ങനെ ചോദിക്കില്ലെന്ന്. എന്നാലും അപ്പച്ചൻ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ചോദിക്കുവാണ്. അപ്പച്ചൻ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ചോദിക്കുവാണ്. ഈ കാലം അത്രയും കോൺഗ്രസിനാണ് വോട്ട് കൊടുത്തോണ്ടിരുന്നേ? അതെന്നെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലാതെ കേരള കോൺഗ്രസിനോ രാഷ്ട്രീയ ഞങ്ങളെ വോട്ട് ചെയ്യുകയില്ല. അത് ഏതാവനാണ് നിന്നായാലും ശരി, ഇന്ത്യൻ നാഷണൽ കൈപ്പത്തിയുടെ ഇതിനെ ഞങ്ങൾ വോട്ട് ചെയ്യുള്ളൂ. ചെയ്ത് പഠിച്ചിട്ടുള്ളൂ ഞങ്ങൾ. ഞങ്ങളുടെ എൻ്റെ ഒരു കൂട്ടുകാരനെ ഇലക്ഷൻ നിന്നിട്ട് പോലും ഞാൻ അവൻ വോട്ട് ചെയ്തില്ല. ഇപ്പൊ എത്ര വയസ്സുണ്ട്? എനിക്കിപ്പോ 75. നേരത്തെ ഇലക്ഷന്റെ വർക്കിനൊക്കെ പോയിട്ടുണ്ടോ വോട്ട് പിടിക്കാൻ? അന്ന് എൻ്റെ അപ്പൻ ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും വലിയ നേതാവായിരുന്നു. അതെ, ബിജെപി മരിച്ചിനെ കേട്ടപ്പോൾ എൻ്റെ ദൈവം അച്ഛൻ ചങ്കത്തടുത്തിരിക്കുന്നു. അതുപോലെ കേരള കോൺഗ്രസ് വിഭജിച്ചപ്പോഴത്തേക്ക് അച്ഛനുണ്ടായ വിഷമം. അന്ന് എൻ്റെ അപ്പം പറഞ്ഞു, ഇതൊക്കെ ഈ പേയമാണി എന്നെ മൂവാറ്റുപുഴ MLA ആരായിരുന്നു അവൻ്റെ ജോർജോ, അവനല്ലേ ഈ കേരള കോൺഗ്രസ് ഉണ്ടാക്കിയത്. മാണിയുടെ പേരും അല്ലെ ബിജെപിയുടെ പേരും പറഞ്ഞ് കേരള കോൺഗ്രസ് ഉണ്ടാക്കിയത്. മാണിയൊക്കെ സപ്പോർട്ട് ചെയ്തു. ജോസ് കെ മാണിയുടെ പ്രവർത്തനമൊക്കെ എങ്ങനെയുണ്ട് അപ്പച്ചാ? അത് ഒരു കൊല്ലം കഴിഞ്ഞ് നമുക്ക് ചത്തുപോയില്ലേ അപ്പച്ചാ? ഈ ജോസ് കെ മാണിയുടെ പ്രവർത്തനമൊക്കെ എങ്ങനെയുണ്ട് പാലായില്? എന്നെ ആർക്കും അവനെ കാണണം. അവൻ്റെ ഒളി ഞളി മേടിച്ച് നിങ്ങളൊരു മാത്രം എന്നാലും മാറി എന്നാണ് തെളിവ് പറയുക. പാലാ ഭാഗത്തെ
45ഓളം ഫ്ലൈവുഡ് ഫാക്ടറികളാണ് വന്നെ മീനച്ചി താലൂക്കിൻ്റെ കീഴിൽ 45ഓളം. അതിൻ്റെ അകത്ത് 7 എണ്ണത്തെ പ്രവർത്തനം തുടങ്ങി. ബാക്കിയുള്ള എല്ലാം അടുത്ത മാസങ്ങളിലൊക്കെ ഉദ്ഘാടനം. അറിഞ്ഞായിരുന്നോ? എല്ലാം തോടിൻ്റെ അരിയിലാണ്. മീനച്ചിൽ താലൂക്കിൻ്റെ കീഴിൽ 45ഓളം ഫ്ലൈവുഡ് ഫാക്ടറികളാണ് വന്നെ. അതിൽ 7 സ്ഥലത്ത് പ്രവർത്തനം തുടങ്ങി. ബാക്കിയുള്ള സ്ഥലം ബാക്കി വന്ന 38 സ്ഥലങ്ങളിൽ അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ടും അടുത്ത മാസങ്ങളിലൊക്കെ ആയിട്ട് പ്രവർത്തനം തുടങ്ങും. വാർത്തകളെല്ലാം വന്നുകൊണ്ടിരിക്കുവാണ്. ജനങ്ങളുടെ ജീവന സ്വത്തിന് യാതൊരു വിലയില്ല അപ്പച്ച, ചുരുക്കി പറഞ്ഞ. തടയാനായിട്ട് ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്നത് രാഷ്ട്രീയ പ്രവർത്തകർ തന്നെയാണ്, രാഷ്ട്രീയക്കാർ തന്നെയാണ് ഇതിനെല്ലാം ഫുൾ സപ്പോർട്ട് കൊടുക്കുന്നത്. നമ്മളെ തന്നെ കൂടി വന്ന ഒരു 10-5 വർഷം ജീവിക്കായിരിക്കും. അതൊക്കെ നശിക്കട്ടെ. ഇന്നൊരു വാർത്തയിൽ പറഞ്ഞിരിക്കുന്നു അപ്പച്ച, ഈ രാഹുൽ മാങ്കൂട്ടത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രാഹുൽ ഈശ്വർ ജയിലില്ല. ഈ രാഹുൽ ഈശ്വറിനെ കുറിച്ച് എന്നാ പറയാനുള്ളത്? അതാരാ ഇവിടുത്തെ ഈ LDF-കാരല്ലേ? അല്ല, ഇവനൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടല്ലേ ഈ വീഡിയൊക്കെ? അവനെതിരായിട്ട് വീടിക്കെതിരായിട്ട് സംസാരിച്ചതല്ലേ അവനെ പിടിച്ച് പോലീസ് പിടിച്ചടിച്ചോണ്ട്. ഇവനെ ഒതുക്കാനായിട്ട് ഒതുക്കട്ടെ. വേണ്ട ഒരു പ്രവർത്തനം വന്നത് ഇവിടെ ഇനി ഈ നാട്ടിലെ 60 വയസ്സിൽ താഴെയുള്ളവരാരും ഇല്ല. എല്ലാവരും വെളിയിൽ പോവാന്നോ? 60 വയസ്സിലേ തീർച്ചയായിട്ടും എല്ലാവരും വെളിയിൽ പോവാ പറ്റാ. ഇവിടെ ജീവിക്കാനുള്ള നിവൃത്തിയില്ല, ജീവിക്കാൻ പറ്റുമില്ല. അതാണ് അവരെല്ലാവരും മക്കളെയൊക്കെ, അതായത് ഇപ്പോൾ 60 വയസ്സെന്ന് പറഞ്ഞാൽ 60 വയസ്സിന് താഴെയുള്ളവരുടെ പിള്ളേരെയൊക്കെ വീടും കുടുംബം വിറ്റ് വെളി രാജ്യങ്ങളിലേക്ക്. ഇപ്പം അവിടെയും പൊള്ളിയില്ലാത്ത രീതിയിൽ അതും കൂടുതലും ചെല്ലുന്ന മലയാളികളാണെന്ന്. ഇപ്പം ഏതെല്ലാം പുതിയ പേരുകളാണ് വെളി രാജ്യത്ത് നമ്മൾ കേൾക്കുന്നത്. നമ്മൾ സ്വപ്നത്തിൽ പോലെ അല്ല, ഒരാളുടെ പോലും ഒരു രാജ്യത്തിൻ്റെ പോലും പേര് കേൾക്കാത്ത പല രാജ്യങ്ങളും ഇപ്പം ഉദിച്ചു ഉയരുമല്ലേ. നമ്മളെ ഇവിടുന്നുള്ള മലയാളികൾ കൂടുതൽ ചെന്നും. അത് ഏറ്റവും കൂടുതൽ പോകുന്ന മലയാളികളാണ് പിള്ളേർ. SLC അല്ല +2 പാസ്സായ പിള്ളേരെല്ലാം പോവുക. ഇവിടെ അപ്പനും അമ്മയും ഇവിടെയുള്ള വസ്തുവൊക്കെ ഈട് വെച്ച് ലക്ഷങ്ങൾ മേടിച്ച് ഇവിടെ കയറ്റി വിടുക. അത് ഇവിടെ ജീവിക്കാൻ നിവൃത്തിയില്ലെന്നേ. നീ പഠിച്ചുകൊണ്ടും പ്രയോജനമില്ല ഇവിടെ. പിന്നെ അവിടെ ചെന്നാലും എന്നെ ഇപ്പം നാൾ പറയണ കേട്ട് ഈ ഇതുപോലെ ചെന്ന പിള്ളേർക്കൊക്കെ ചാൻസ് ഇല്ലാഞ്ഞിട്ട് അവരിപ്പോൾ തോട്ടത്തിലല്ലേ പാർക്കിലെ പുല്ല് പറിച്ചാ. അപ്പോൾ ഒരു ദിവസം പുല്ല് പറിക്കുമ്പോൾ ഇത്ര പൈസ അതും മേടിച്ചാൽ നിങ്ങൾ ഭക്ഷണം കഴിക്കണമെന്ന് തിരിച്ചു പോരാൻ കഴിയില്ലാഞ്ഞിട്ട്. നമ്മുടെ ഈ രാഷ്ട്രീയക്കാരുടെ ഒക്കെ കഴിവുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കും. അല്ല, ഇവന്മാരുടെയൊക്കെ പിള്ളേർ വെളിയിലല്ലേ പഠിക്കുന്നത് LKG മുതൽ. ഇല്ല തന്നെ അവരതിനുള്ള ഒരുക്കങ്ങളുണ്ടല്ലേ. അവരുടെ മക്കളെയൊക്കെ 10ാം ക്ലാസ് കഴിയുമ്പോഴേ വെളിയിൽ, അല്ലെങ്കിൽ 10, 8 ഒക്കെ പിന്നെ അമേരിക്ക. ഈ രമേശിന്റെ മകനൊക്കെ എവിടെയാണ് പഠിച്ചത്? അമേരിക്കയിലല്ലേ. ഏതാണ്ട് ഇവിടെ ഏതാണ്ട് SLCക്ക് വേണ്ട കട്ടിക്ക് മാർക്ക് മേടിച്ച് അവിടെ MBBS പഠിച്ചു. അവനിപ്പോൾ ഡോക്ടറാന്ന് പറഞ്ഞ് നടക്കുമല്ലേ അമേരിക്കയില്. ഇവിടെ PT തോമസിന്റെ ഭാര്യ അവളെന്നെ അറിഞ്ഞോണ്ട ഈ ഇവനെ എതിരായിട്ട് സംസാരിക്കുക. അവളെ എവിടെ ചെയ്യുക? അവളെപ്പോഴല്ലേ പിടിച്ചൊക്കെ ചർച്ചപ്പിന്നല്ലേ അവളെ കാണാൻ തുടങ്ങിയത് അല്ലേ PT തോമസ്? ഈ സ്ത്രീക്ക് സംസാരിക്കേണ്ട യാതൊരു കാര്യമില്ല. ഇതൊക്കെ പറഞ്ഞു പറയിപ്പിക്കുന്നേ അപ്പച്ചാ. പറഞ്ഞു അവൾക്കറിയാൻ പാടില്ലേ? അവള് PT തോമസിന്റെ കൂടെ ഇത്ര വർഷം ജീവിച്ചാണല്ലോ അവള് ഇവന് രാഹുലിനെ തെരുവേണ്ട കാര്യം തന്നെ അവക്ക്. പെണ്ണുങ്ങളെ അവർക്ക് വോട്ട് ചെയ്യുമോ? അപ്പച്ചന്റെ സപ്പോർട്ടൊക്കെയാണ് നമുക്ക് ഈ ചാനൽ വളരെയധികം ഗുണം ചെയ്യുന്നത്. അപ്പച്ചനെ പോലെയുള്ള ആൾക്കാരെ വിളിച്ച് നല്ല നല്ല നിർദ്ദേശങ്ങൾ ഇതുപോലെ ചാനലിലേക്ക് വിളിച്ച് പറയുന്നു. ഒത്തിരി വീഡിയോകളുമായിട്ട് വരും ദിവസങ്ങളിലെല്ലാം നമ്മൾ പോകും. എന്താണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന് നീതി കിട്ടുന്നിടം വരെ നമ്മള് പ്രതിഷേധിക്കും. ഇനി വോട്ടുന്ന കോൺഗ്രസ് അവൻ പുറത്ത് വരാതെ അവന് സ്ഥാനാർത്ഥി ആകാതെ ഞങ്ങൾ ആരും വോട്ട് ചെയ്യുകയില്ല. ഒത്തിരി സന്തോഷം അപ്പച്ച. അങ്ങനെ തന്നെ വേണം. അങ്ങനെ തന്നെ അപ്പച്ചന്റെ തീരുമാനം നല്ലത് തന്നെയാണ്. ഇവിടെ ഞങ്ങൾക്ക് ചുമ്മാ ഇരുന്നവനൊക്കെ ഇപ്പൊ ചക്കപ്പോത്ത് കയറിയിരുന്ന് തിന്ന് സൂക്ഷിച്ച് നടക്കും. അല്ലാതെ കഷ്ടപ്പെട്ടവനൊക്കെ വിഷക്കഞ്ഞിക്ക് വളരെയധികം സമരമുഖങ്ങളില് ഈ രാഹുൽ മാങ്കൂട്ടം നേതൃത്വം കൊടുത്തതാണ്. നമ്മളതൊന്നും മറന്നുകൂടാ.
പിന്നെ അല്ല ഇന്നാളെ തന്നെ ഇവർ ഇപ്പൊ കയറിയ നിയമസഭയിൽ മുഖ്യമന്ത്രിക്കെതിരായിട്ട് മുഖ്യമന്ത്രിക്ക് രാഹുലിന് സംസാരിച്ച് കേട്ടില്ല. ഇത്തവണ അവൻ ഈ പ്രതിഷേധം എത്തിച്ച് അവൻ നിയമസഭയിൽ കൂടിയപ്പോ അവൻ കൂടി എതിർത്ത് സംസാരിച്ച് കേട്ടില്ലേ? ആരുണ്ട്? ഇതൊന്നും അല്ലേ? ഇതിപ്പം തെരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ദൈവം തെരഞ്ഞെടുപ്പെട്ടത് അവനെ പോലെയുള്ള ഷാഫിയും പിന്നെ അവൻ്റെ രാഹുലും ഒക്കെ. അങ്ങനത്തെ ഈ പി ടി ചാക്കോയുടെ അല്ല ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മനൊക്കെ ഇത് ആ തെണ്ടി എന്തിനാ കല്യാണം കഴിക്കാൻ നടക്കണത്? അതിപ്പോ ഇപ്പൊ അവരാറിയായിട്ട് വരുന്നു. നീ അവനും പേര് കേട്ടിട്ടേ ഉള്ളോ? അവനെന്നെ കല്യാണം കഴിച്ചാൽ ജീവിച്ചോട് കാണുന്ന നിവൃത്തിയില്ലേ അവന്? ഇടയ്ക്ക് നമ്മുടെ ചാനലിലേക്ക് വിളിക്കുക. ഒത്തിരി സന്തോഷമുണ്ട് വിളിച്ചതിന്. ആയിക്കോട്ടെ, താങ്ക് യു.